ഹായ്, നമ്മളങ്ങനെ ഇവിടെ ചെമ്മീനച്ചാറ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ചെമ്മീനച്ചാറ് നമുക്ക് ആലപ്പുഴയിലോട്ടൊന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനച്ചാർ റെഡിയാക്കുന്ന തിരക്കിലാണ്. ചെമ്മീനച്ചാറ് പിന്നെ ബീഫ്, പിന്നെ കുറച്ചു ചമ്മന്തിപ്പൊടി, പിന്നെ മാങ്ങാച്ചാറും വെള്ളച്ചാറൊക്കെ വേറെ സ്ഥലത്തോട്ട് ഓർഡറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചാറിൻ്റെ പണിപ്പുരയിലാണ്. എല്ലാവർക്കും സുഖമേ? പൊടികളൊക്കെ നമ്മളങ്ങനെ ഏകദേശം കടക്കിട്ട് ഇടുള്ളൂ കേട്ടോ. അളവ് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇടുവാണ്. ചോപ്പ് ചെയ്തെടുക്കല്ല, മിക്സിയിലിട്ട് അടിച്ച് പിന്നെ എല്ലാ പൊടികളും കൂടി കുറച്ചാണ് ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അങ്ങനെ എല്ലാം കൂടി ഇട്ട് നമ്മൾ ചേർപ്പാക്കെടുത്തുവാണ്. കുരുമുളക് പൊടി കുറച്ചിടുവാണ്. പൊടികളുടെ അളവൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ 1 കിലോ ചെമ്മീനാണ്, 1 കിലോ ഇല്ല. അപ്പോൾ അതിന് പാകത്തിനുള്ള പൊടികൾ നമ്മൾ ഇട്ടാൽ മതി. കാശ്മീരി മുളക് പൊടി കുറച്ചിടുക, കുരുമുളക് പൊടി, കായം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള്, പിന്നെ മുളക് പൊടി. മുളക് പൊടി കുപ്പിയിലാക്കിയിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു കണക്കിലാണ് ഇട്ടുള്ളത്. മുളക് പൊടി കുറച്ച് അധികം കുഴപ്പമൊന്നുമില്ല. പിന്നെ എരിവിന് അച്ചാറല്ലേ, കുറച്ച് എരിവിന് ഇരുന്നോട്ടെ. തുള്ളി വെള്ളമൊന്നും ചേർക്കാതെ വറുത്ത്, ചെമ്മീൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ അരപ്പൊക്കെ ഇട്ട് കുറച്ച് ചുരത്തേക്ക് ഒഴിച്ച് കൂട്ടി അരിപ്പിച്ചെടുത്താൽ മതി. ഇവിടെ വെളുത്തുള്ളി അച്ചാറിന് വെളുത്തുള്ളി കുറച്ച് വറുക്കുന്നുണ്ട്. എനിക്കെല്ലാം സ്പീഡിന് ഇങ്ങനെ കഴിയണം. പെട്ടെന്ന് പണി തീർക്കും. നോക്കാൻ കിട്ടട്ടെ. പിന്നെ എല്ലാവരും എന്തൊക്കെ എടുക്കുന്നു? സുഖമല്ലേ? അരപ്പ് നല്ലോണം മൂക്കണം കേട്ടോ. ചോർക്ക പിന്നെ ചെമ്മീനിലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ചതൊന്നും ഉണ്ടാവില്ല. അതിനകത്ത് പിടിച്ച് നമ്മൾ ചോർക്ക ഒഴിച്ചാലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ചോർക്കൊന്നും കാണില്ല, ഒക്കെ വറ്റി വരണ്ടിരിക്കും. ചോർക്കാന്ന് തന്നെയല്ലേ പറയണേ എല്ലായിടത്തും. വിനാഗിരി ഈ അരിപ്പം കൂടെ ഇട്ടാൽ വറുത്ത് വെച്ചേക്കണേലോട്ടെ. ഞാനങ്ങനെ ചെയ്യാറ്. അങ്ങനെ സിമ്പിൾ ചെമ്മീൻ അച്ചാറാണ്. കറിവേപ്പിലുണ്ട്, നമ്മുടെ ഇവിടെ തന്നെ വീട്ടിലുണ്ടായതാണ്.
പറിച്ച് കഴുകി വെച്ചേക്കണം കേട്ടോ. നേരത്തെ ഇടുന്നതാണ് കേട്ടോ. പൊടികളൊക്കെ നമുക്ക് പാകണമെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പോരാഴിക വരുവാണെങ്കിൽ പിന്നെ ഇടാം. കറിവേപ്പിൻ്റെ കറിവേപ്പില ഇപ്പോൾ കഴുകിയതുകൊണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറിവേപ്പില ആദ്യം ഇടേണ്ടതായിരുന്നു. കുഴപ്പമില്ല, വെള്ളത്തിൻ്റെ അംശം പോയാൽ മതി. ഇത് നമുക്ക് ഈ ചെമ്മീനിലോട്ട് ഇതെടുക്കാം. ഉപ്പ് നമ്മൾ വറുക്കാൻ വരട്ടി വെച്ചപ്പോൾ ഇട്ടിരുന്നതാണ്. അപ്പോൾ പാകത്തിന് പുലർത്ത് നോക്കി ഇട്ടാൽ മതി. ചൂടോടുകൂടി ഇങ്ങോട്ട് ഒഴിക്കണം. കട്ട വേണ്ടി വരുമോടാ? 7 മിനിറ്റ്. നമ്മളിതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വറുത്ത് വെച്ചേക്കണ ചെമ്മീനിലേക്ക് നോക്കി നമ്മുടെ ചെമ്മീനച്ച റെഡിയായിട്ടുണ്ട്. കാണിച്ചിടാം മണിയോട്. ചെമ്മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി പോരാത്തത് നമ്മൾ ഉപ്പായാലും മുളകായാലും നമ്മൾ വഴറ്റി ഇടുന്നതായിരിക്കും കേട്ടോ. ഇപ്പം പിന്നെ എന്ത് രുചിയൊന്നും അറിയില്ല, നാളെയാണ് അറിയുന്നത്. കുറച്ചുകൂടി ഉപ്പിടാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. നല്ല എരിവൊക്കെ ഉണ്ട് ഇപ്പോൾ. ഓക്കെ, താങ്ക് യു.